Hi friends, today we are going to discuss question tag or tag questions. Tag question അല്ലെങ്കിൽ question tag both are same. അപ്പോൾ എന്താണെന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് സെന്റൻസ് നോക്കുക. ഷീ ഈസ് എ നേഴ്സ്. അവളൊരു നേഴ്സാണ്. ഷീ ഈസ് എ നേഴ്സ്. അവളൊരു നേഴ്സാണ്. നമ്മൾ നോക്കേണ്ടത് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത് ഈ സെന്റൻസ് പോസിറ്റീവാണ്. ഷീ ഈസ് എ നേഴ്സ്, അവളൊരു നേഴ്സാണ്. അപ്പോൾ ഈ സെന്റൻസ് പോസിറ്റീവാണ്. രണ്ടാമത് മനസ്സിലാക്കേണ്ടത് സെന്റൻസിൽ ഓക്സിലറി ഓർ ഹെൽപ്പിംഗ് വെർബ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഉണ്ടല്ലോ, 24 ഓക്സിലറി വെർബ്സ് ആണ് ഉള്ളത്. നമ്മളത് പഠിച്ചു. 24 ഓക്സിലറി വെർബ്സ് ആണ് ഇംഗ്ലീഷിലുള്ളത്. നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഷീ ഈസ് എ നേഴ്സ്, അതിലൊന്നാണ് ഈസ് എന്ന് പറയുക. ഈസ് ആറാം, വാസ് വെയർ, വിൽ വുഡ്, ഷാൾ ഷുഡ്, ക്യാൻ വുഡ്, മേ മൈറ്റ്, have, has, had, do, does, did, must, need, ought to, used to, ഇങ്ങനെ 24 ഓക്സിലറി വെർബ് ഉണ്ട്. ഇതിലൊന്നാണ് ഈസ് എന്ന് പറയാം. അപ്പൊ ഷീ ഈസ് എ നേഴ്സ്, അവിടെ നേഴ്സാണ്. അറിഞ്ഞിരിക്കേണ്ട കാര്യം, തന്നിരിക്കുന്ന സെന്റൻസിൽ ഓക്സിലറി അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വെർബ് ഉണ്ടെങ്കിൽ നമ്മൾ അത് എഴുതുക. എല്ലാ സെന്റൻസിലും എഴുതാൻ പറ്റില്ല, അത് പിന്നീടുള്ള ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഈ സെന്റൻസിലെ ഓക്സിലറി കൊണ്ട് നമ്മളത് എഴുതും. അപ്പോൾ ഈസ് നമുക്ക് കിട്ടി. ഈസ് നമുക്ക് ഇവിടെ കൊണ്ടുവരാം. പിന്നെ നോക്കേണ്ടത് സെന്റൻസ് പോസിറ്റീവോ നെഗറ്റീവോ എന്നുള്ളതാണ് നോക്കേണ്ടത്. ഈ സെന്റൻസ് പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ആണെങ്കിൽ സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. മറിച്ച് സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. അപ്പൊ സെന്റൻസ് നമുക്ക് എന്ത് കിട്ടി? ഇവിടെ ഈസ് കിട്ടി. അപ്പൊ നമുക്ക് ഈസ് എഴുതാം. ഇവിടെ ഈസ്. ഇനി സെന്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? നോട്ട് എഴുതാം. നോട്ടിന്റെ ചുരുക്ക രൂപമാണ് എഴുതേണ്ടത്. നോട്ടിന്റെ ചുരുക്ക രൂപം നമ്മൾ N അപ്പോസ്ട്രോഫ് T. അപ്പോൾ ഈസിൻ്റെ കിട്ടി. ഈസ് നോട്ട് എന്നുള്ളത് ചുരുക്കം ഈസിൻ്റെ കിട്ടി. പിന്നെ ഷീ പ്രോനൗൺ ആണ്. പെൺകുട്ടിയെ ഉദ്ദേശിച്ച് പറയുക, ഒരാളെ ഉദ്ദേശിച്ച് പറയുന്നതാണ്. അപ്പോൾ നമ്മൾ പ്രോനൗൺ ആണ് വെക്കേണ്ടത്. അപ്പോൾ ഷീ തന്നെ, ഈസിൻ്റെ ഷീ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൂടെ ഉണ്ടായിരിക്കണം. ഈസിൻ ഷീ. അപ്പോൾ ഷീ ഈസ് എ നേഴ്സ്, ഈസിൻ ഷീ. ഒരാൾ നോക്കുക, അവളൊരു നേഴ്സാണ് അല്ലേ എന്നാണ്. നമ്മൾ സാധാരണ സംസാരിക്കുമ്പോൾ അങ്ങനെ പറയാറുണ്ട്. നമ്മുടെ സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണെങ്കിൽ സാധാരണഗതിയിൽ അവസാനം വരുന്നത് നെഗറ്റീവ് രൂപത്തിലായിരിക്കും. അവളൊരു നേഴ്സാണല്ലേ എന്ന് ഒന്നിച്ച് പറയാം. അവളൊരു നേഴ്സാണല്ലേ നമ്മൾ ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറയാം. അപ്പോൾ ഒരു സെന്റൻസിന്റെ അവസാനം നമ്മൾ ചെലുത്തുന്ന കോൺട്രാക്റ്റഡ് അല്ലെങ്കിൽ ഷോർട്ട് ഫോം ക്വസ്റ്റ്യൻ ഫോമിനെയാണ് നമ്മൾ എന്ത് പറയാം? ക്വസ്റ്റ്യൻ ടാഗ് അല്ലെങ്കിൽ ടാഗ്സ് എന്ന് പറയാം. ഈ സെന്റൻസ് തന്നെ എവിടെ എഴുതിയിരിക്കുക? ആദ്യത്തത് പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവാ. ഷീ ഈസ് നോട്ട് എ നേഴ്സ്, അവളൊരു നേഴ്സ് അല്ല. അവളൊരു നേഴ്സ് അല്ലെന്നാ പറഞ്ഞിരിക്കുക. സഹായക്രിയുണ്ട്, അത് ഈസ് ആണ്. ആ ഈസ് നമുക്ക് അതുപോലെ തന്നെ എഴുതാം, ഈസ്. ഇനി ഇവിടെ നോട്ടുണ്ട്. അപ്പൊ സെന്റൻസ് നെഗറ്റീവ് ആണ്. സെന്റൻസ് നെഗറ്റീവ് ആകുമ്പോൾ നമ്മുടെ ആൻസർ പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ നോട്ടിന്റെ ആവശ്യം വരുന്നില്ല. അപ്പോ ഈസ് ഷീ ആണ് അതിന്റെ ആൻസർ. രണ്ടാമത് നോക്കുക, ഷീ ഈസ് എ നേഴ്സ്, പോസിറ്റീവ് ആണ്, അതുകൊണ്ട് നെഗറ്റീവ് ആണ്. ഈസ് ഷീ അല്ലേ? ഷീ ഈസ് നോട്ട് എ നേഴ്സ്, അവള് നേഴ്സ് അല്ല. ഈസ് ഷീ ആണോ? എന്താണോ? അവള് നേഴ്സ് ആണോ എന്ന്. അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് അതിന്റെ വ്യത്യാസം, അതെങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടത്, അതെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നത് ഹൃദയസ്ഥമാക്കി ആയി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത് നോക്കുക, ദേ ആർ ടൂറിസ്റ്റ്, അവർ ടൂറിസ്റ്റ് ആണ്. ദേ ആർ ടൂറിസ്റ്റ്, അവർ ടൂറിസ്റ്റ് ആണ്, അവർ വിനോദസഞ്ചാരികളാണ് എന്നാണ് പറഞ്ഞിരിക്കുക. അപ്പോൾ സെന്റൻസ് പോസിറ്റീവ് ആണ്. പിന്നെ ഇതിൽ എന്തുണ്ട്? ഓക്സിലറി ഉണ്ട്. ഓക്സിലറി എന്താണ്? ആർ. ആരോടെ ഉണ്ട്? അപ്പോൾ ആർ നമ്മുടെ മനസ്സിലേക്ക് വരണം. സെന്റൻസ് അടുത്ത സ്റ്റെപ്പ് എന്താണ്? സെന്റൻസ് പോസിറ്റീവ് ആണ്. അപ്പൊ ഒരു നോട്ട് കൂടെ വരണ്ടേ? ആർ നോട്ട്. ആർ നോട്ട് എന്നുള്ളത് ആറിന്റെ എന്ന് വരണം. ആറിന്റെ. പിന്നെ ദേ കൂടുതൽ പേര് ഉദ്ദേശിച്ച് പറയുന്ന പ്രോനൗൺ ആണ്, സർവനാമമാണ്. അപ്പൊ ആറിന്റെ എന്നാണ് വരേണ്ടത്. ആൻസർ ആറിൻഡ് ദൈ. ആറിൻഡ്. കസ്റ്റമർ കൂടെ ഉണ്ട് അവിടെ. എങ്കിൽ മാത്രമേ അത് കറക്റ്റ് ആൻസർ ആവുകയുള്ളൂ. അപ്പൊ ദേ ആർ ടൂറിസ്റ്റ്, അവർ ടൂറിസ്റ്റ് ആണ്. ആറിൻഡ് അല്ലേ? അവർ ടൂറിസ്റ്റ് അല്ലേ? അവർ ടൂറിസ്റ്റ് ആണല്ലേ എന്ന് നമ്മൾ മലയാളത്തിൽ ഒന്നിച്ച് ചോദിക്കുന്ന അതേ ശൈലി തന്നെയാണ്, അതേ അർത്ഥം തന്നെയാണ് അവിടെ വരിക. അടുത്ത നോക്കാം, വി ഹാവ് നോട്ട് ഡൺ ഇറ്റ്. വി ഹാവ് നോട്ട് ഡൺ ഇറ്റ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ടെൻസ് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. വി ഹാവ് നോട്ട് ഡൺ ഇറ്റ്, നമ്മളത് ചെയ്തിട്ടില്ല എന്നാണ്. സഹായക്രിയുണ്ട്. എന്താണ്? ഹാവ്. ഹാവ്, ഹാസ്, ഹാഡ് ഒക്കെ സഹായക്രിയ ഓക്സിലറി വെർബാണ്. അപ്പൊ ഹാവ് നമുക്ക് എടുക്കാമല്ലോ, തീർച്ചയായിട്ടും എടുക്കാം. നോട്ട് ഉണ്ട് ഇവിടെ. അപ്പൊ നമ്മുടെ ആൻസറിൽ എന്തിന്റെ ആവശ്യമില്ല? നോട്ടിന്റെ ആവശ്യം ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി? ഹാവ് തന്നെ എഴുതാം. അതിനുശേഷം എന്ത് വേണം? വി. കൂടുതൽ പേര് ഉദ്ദേശിച്ച് പറയുന്ന ആളെ കൂടെ ഉദ്ദേശിച്ച് അല്ലെ നമ്മൾ വി എന്ന് പറയുമ്പോ. അപ്പോ ഹാവ് വി.
have we? Question mark. Oh, we have not done it. നമ്മളത് ചെയ്തിട്ടില്ല. Have we? നമ്മളത് ചെയ്തിട്ടുണ്ടോ എന്നാണ്. ഓ നമ്മളത് ചെയ്തിട്ടില്ല ഉണ്ടോ എന്നാണ് ചോദ്യം വരുന്നത്. അടുത്ത് മനു ക്യാൻ ഡു ഇറ്റ്. ഇവിടെ ചില പ്രത്യേകതകളുണ്ട്. രണ്ട് സഹായക്രിയയുണ്ട്. ഈ ഒരു സെന്റൻസിലെ രണ്ട് സഹായക്രിയയുണ്ട്. പിന്നെ മനു എന്നാണ് വന്നിരിക്കുക. ഷീ എന്ന് പറയുമ്പോൾ ഒരു പെൺകുട്ടിയാണ് ഉദ്ദേശിച്ചത്. അടുത്ത ഷീ ഒരു പെൺകുട്ടിയാണ് ഉദ്ദേശിച്ചത്. ദേ എന്ന് പറയുമ്പോൾ രണ്ടോ അതിൽ കൂടുതൽ പേരെയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. വി എന്ന് പറഞ്ഞപ്പോഴും രണ്ടോ അതിൽ കൂടുതൽ പേര് അവിടെയുണ്ട്. മനു എന്ന് പറയുമ്പോൾ ഒരാളെ ഉള്ളൂ. പക്ഷെ ക്വസ്റ്റ്യൻ ടാഗിൽ എന്ത് ചെയ്യാൻ പാടില്ല? ആളുകളുടെ പേര് അതുപോലെ തന്നെ എഴുതാൻ പാടില്ല. അപ്പൊ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ക്യാൻ ഡു എന്നുള്ള ശ്രദ്ധിക്കുക. ക്യാൻ ഡു എന്നുള്ള ശ്രദ്ധിക്കുമ്പോഴത്തേക്ക് എന്താ? രണ്ട് സഹായക്രിയ. രണ്ട് സഹായക്രിയ വന്നാൽ നമ്മൾ ഏതാ എടുക്കുക? ആദ്യത്തേത് എടുക്കുക. ആദ്യത്തെ ക്യാൻ അല്ലേ? അപ്പൊ ക്യാൻ എടുക്കുക. ഡു എന്നുള്ളത് ചെയ്യുക എന്നുള്ള അർത്ഥത്തിന് വേണ്ടിയിട്ടാണ് എടുക്കുക. അപ്പൊ ക്യാൻ എടുക്കാം. ക്യാൻ മനസ്സിലായല്ലോ? രണ്ട് സഹായക്രിയകൾ അടുപ്പിച്ചു വന്നാൽ ആദ്യത്തേതാണ് നമ്മൾ എടുക്കേണ്ടത്. ക്യാൻ. ഇനി സെന്റൻസ് പോസിറ്റീവ് ആണല്ലോ. മനു ക്യാൻ ഡു ഇറ്റ് എന്ന് പറയും. മനുവിന് അത് ചെയ്യാൻ കഴിയുമെന്നല്ലേ? അപ്പൊ നോട്ട് വേണമല്ലോ. അപ്പൊ കനോട്ട് എന്ന് വരും. കോണ്ട് ചുരുക്കി നമ്മൾ എന്ത് പറയും? കോണ്ട് എന്ന് പറയും. പിന്നെ മനു ആണാണ്, അതുകൊണ്ട് ഹി ചേർക്കുക. അപ്പൊ കോണ്ട് ഹി. മനു ആണായതുകൊണ്ട് ഹി ചേർക്കുക. കോൺ ഹി. അടുത്ത് മൈ ഫ്രണ്ട് ഡസ് നോട്ട് റിംഗ് മീ. എന്റെ സുഹൃത്ത് ഡസ് നോട്ട്. ഫ്രണ്ട് മൈ ഫ്രണ്ട് ഒരാളെ ഉള്ളൂ, ഫ്രണ്ട്സ് അല്ല. അതുകൊണ്ട് ഡസ് ഏകവചനം വന്നു. നോട്ട് റിംഗ് മീ. റിങ്ങിന് വിളിക്കുക, ഫോൺ ചെയ്യുക എന്നൊരു അർത്ഥമുണ്ട്. നമ്മൾ റിംഗ് ചെയ്യുക എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ ഫോൺ വിളിക്കുക എന്നൊരു അർത്ഥം കൂടെ ഉണ്ട്. മൈ ഫ്രണ്ട് ഡസ് നോട്ട് റിംഗ് മീ. എന്റെ സുഹൃത്ത് എന്നെ വിളിക്കാറില്ല എന്നാണ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡസ് ഉണ്ട്, ഡസ് എടുക്കാമല്ലോ. ഇനി നോട്ടിന്റെ ആവശ്യമുണ്ടോ ആൻസറില്? ഇല്ലല്ലോ, കാരണം ഇവിടെ നെഗറ്റീവ് അല്ലേ. എന്റെ സുഹൃത്ത് എന്നെ വിളിക്കാറില്ലെന്നല്ലേ പറയാ. അപ്പൊ ഡസ് നമുക്ക് എഴുതാം. നോട്ടിന്റെ ആവശ്യമില്ല. പിന്നെ എന്താ വേണ്ടത്? മൈ ഫ്രണ്ട് എന്നുള്ളതിന് നമ്മൾ എന്ത് ചെയ്യും? ഡസ് നമുക്ക് കിട്ടി. നോട്ടിന്റെ ആവശ്യമില്ല. പിന്നെ എന്താ ചെയ്യേണ്ടത്? മൈ ഫ്രണ്ട് എന്നുള്ളത് ആണോ പെണ്ണോ ആകാമല്ലോ. ആണോ പെണ്ണോ ആകാമല്ലോ. ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ആണ് തന്നെ ആണോന്നില്ല, പെണ്ണ് തന്നെ ആണോന്നില്ല. അതുകൊണ്ട് ഹീയും ചേരും ഷീയും ചേരും. ഒരാളെ ഉദ്ദേശിച്ചിട്ടുള്ളൂ, ഫ്രണ്ട്സ് എന്നില്ലല്ലോ. അതുകൊണ്ട് മൈ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ആണാകാം പെണ്ണാകാം. ഡോക്ടർ എന്ന് പറയുമ്പോൾ ആണാകാം പെണ്ണാകാം. ടീച്ചർ എന്ന് പറയുമ്പോൾ ആണാകാം പെണ്ണാകാം. അവിടേക്ക് നമുക്ക് ഹി വയ്ക്കാം അല്ലെങ്കിൽ ഷീ വയ്ക്കാം. ഏത് വെച്ചാലും ശരിയാണ്. അപ്പോ ഡസ് ഷീ ഇല്ലെന്നതാവാ ഡസ് ഹി, അത് ശരിയാണ്. അപ്പൊ മൈ ഫ്രണ്ട് ഡസ് നോട്ട് റിംഗ് മീ. ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? എന്റെ സുഹൃത്ത് എന്നെ വിളിക്കാറില്ല എന്നാണ് പറഞ്ഞത്. ഫോണിൽ വിളിക്കാറില്ല എന്നാണ് പറഞ്ഞത്. നമ്മൾ സഹായക്രിയ ഡസ് ഉണ്ട്, അതുകൊണ്ട് ഡസ് എഴുതി. നോട്ട് ഇവിടെയുണ്ട്. സെന്റൻസ് നെഗറ്റീവ് ആണ്, അപ്പോൾ പോസിറ്റീവ് മതി. നോട്ടിന്റെ ആവശ്യമില്ല. മൈ ഫ്രണ്ട് എന്നുള്ളത് ആണോ പെണ്ണോ ആകാം, അത് ഫീമെയിലോ മെയിലോ ആകാം. അതുകൊണ്ട് ഡസ് ഷീ എന്ന ആൻസർ വരുന്നു. അടുത്ത് അവർ ടീച്ചർ വാസ് ഓൺ എ ലീവ്. ഞങ്ങളുടെ ടീച്ചർ വാസ് ഓൺ എ ലീവ്. സഹായക്രിയ ഉണ്ട്, വാസ് ആണ്. ഓൺ എ ലീവ്, ഒരു ലീവ് എന്നൊന്നും അർത്ഥമില്ല. അതാ ഇംഗ്ലീഷ് ഭാഷയുടെ പ്രത്യേകതയാണ്. നമ്മൾ മലയാളത്തിൽ പറയുന്ന ഞങ്ങളുടെ ടീച്ചർ ലീവ് ആയിരുന്നു എന്ന് പറയുന്ന മീനിങ്ങേ ഉള്ളൂ. അവർ ടീച്ചർ വാസ് ഓൺ എ ലീവ്. സഹായക്രിയ ഉണ്ടല്ലോ, ഉണ്ട്. ഏതാ? വാസ്. അപ്പൊ നമുക്ക് വാസ് എഴുതാം. പിന്നെ ലീവ് ആയിരുന്നു, പോസിറ്റീവാ. പോസിറ്റീവാ. പോസിറ്റീവ് ആകുമ്പോൾ ഇവിടെ എന്ത് വരണം? നോട്ട് ഇവിടെ വരണം. അപ്പൊ വാസ് നോട്ട് വരും. അത് ചേർത്ത് വയ്ക്കുമ്പോൾ വാസിൻ എന്ന് വരും. വാസിൻ. നമ്മൾ മലയാള ശൈലി പറയുമ്പോൾ വാസ് ഇൻഡ് എന്നൊക്കെ പറയുക. സാഹിത്യം പറയുമ്പോഴത്തേക്ക് ഇൻഡ് എന്നൊന്നും ഒരു പറയല്ല, ഡോണ്ട് എന്നൊന്നും പറയാറില്ല, വാസിൻ എന്നാ പറയുക. അപ്പൊ നമുക്ക് എഴുതാം. അപ്പൊ പിന്നെ എന്താ വരിക? വാസ് നോട്ട് ചുരുക്കം വാസിൻ എന്ന് വരും. അതിനുശേഷം എന്താ വരിക? വാസിൻ അവർ ടീച്ചർ. ഞങ്ങളുടെ ടീച്ചർ ആണോ പെണ്ണോ ആകാം. നമ്മുടെ ഫ്രണ്ടിന്റെ കാര്യം പറഞ്ഞ പോലെയാണ്. ഇവിടെ ഹി വെച്ചാലും ശരിയാണ്, ഷി വെച്ചാലും ശരിയാണ്. ടീച്ചർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ സാധാരണ ആദ്യം വരുന്നത് ഒരു സ്ത്രീയാണ്, ഒരു പെണ്ണാണ്. ടീച്ചർ എന്ന രൂപത്തിലാണ് ആണുങ്ങളെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? സാർ എന്നാണ് വിളിക്കുക. പക്ഷെ ടീച്ചർ എന്നുള്ള പറഞ്ഞാൽ അതിന്റെ മീനിങ് പഠിപ്പിക്കുന്നവൻ എന്നാണ്. അപ്പോൾ അല്ലെങ്കിൽ പഠിപ്പിക്കുന്നവർ, അവൾ എന്നൊക്കെയാണ് മീനിങ്. അതുകൊണ്ട് ഹിയും വയ്ക്കാം ഷിയും വയ്ക്കാം. അതുകൊണ്ട് വാസിൻ ഹി, അത് ശരിയാണ്. വാസിന്റെ ഷിയും ശരിയാണ്. അവർ ടീച്ചർ വാസ് ഓൺ എ ലീവ്. ഞങ്ങളുടെ ടീച്ചർ ലീവായിരുന്നു, അവധിയായിരുന്നു. സഹായക്രിയയുടെ വാസ് ആണ്. സെന്റൻസ് പോസിറ്റീവ് ആണ്, അതുകൊണ്ട് നമ്മൾ നോട്ട് വെച്ചു. വാസിന്റെ എന്ന് വന്നു. ടീച്ചർ ആണോ പെണ്ണോ ആകാം. അപ്പോൾ വാസിൻ ഹി അല്ലെങ്കിൽ വാസിൻ ഷി. ഫ്രണ്ട്സ്, ക്ലാസ് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് കൂടുതൽ പേരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യണം. മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ കോൺടാക്ട്സ് ഒരുപാട് പേരുണ്ടാവുമല്ലോ. അപ്പോൾ അവരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക എന്നല്ല, ഷെയർ ചെയ്യണം. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് പ്രത്യേകിച്ച് അത് മറക്കരുത്. തുടർന്നുള്ള വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്.